92.3 Malayalam FM. നമസ്കാരം. 92.3 മലയാളം എഫിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഒരു വീഡിയോ പോഡ്കാസ്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആർജേഴ്സായിട്ട് രണ്ടുപേരുണ്ട്, ഉണ്ണി ആൻഡ് ഡോക്ടർ ശരത്ചന്ദ്രൻ. ശരത്തങ്കിൾ, വെൽക്കം. വെൽക്കം പറയേണ്ട ആവശ്യമില്ല, റേഡിയോയുടെ വൈസ് കൺവീനറാണ്. താങ്ക് യു മണി. സോ അങ്കിൾ, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ഒരുപാട് ശ്രോതാക്കളുടെ അടുത്തേക്ക് എത്തി. അതൊക്കെ അവരുടെ ഉള്ളിൽ തൊട്ടൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. കാര്യം വെച്ചാൽ വളരെ വിരളമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് അങ്ങനത്തെ എക്സ്പേർട്സിനെ നമുക്കങ്ങനെ കിട്ടാറില്ല, അല്ലെങ്കിൽ അത്രയും ഒരു അക്യുമുലേറ്റഡ് വിസ്ഡം ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേരില്ല. അതായത് അങ്കിള് ബീങ് എ ഡോക്ടർ ആൻഡ് ബീങ് എ വെരി ആക്റ്റീവ് person in the society, and with all the other accumulated knowledge out of your own vested interests, ടെക്നോളജി ആയിരുന്നാലും ആയിക്കോട്ടെ, എല്ലാത്തിലും അങ്കിൾ ഇങ്ങനെ കൈവയ്ക്കും. ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാത്തിലും ചെയ്തിട്ടുണ്ട് ഒത്തിരി. നല്ലൊരു പാട്ടുകാരൻ, അപ്പം അങ്ങനെ കലയോടുള്ള ഇഷ്ടം, ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഇതിന്ന് എല്ലാം ഇങ്ങനെ ചേർന്ന് വരുന്ന കിട്ടുന്ന ആ ഒരു വേൾഡ് വ്യൂ, ആ ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലൈഫിനെ പറ്റിയും സൊസൈറ്റിയെ പറ്റിയും ഈവൻ നമ്മുടെ ഹെൽത്തിനെ പറ്റിയും ഒക്കെ ഒരുപാട് നല്ലൊരു ഷെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നോണം ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ കരുതുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ വലിയൊരു എവല്യൂഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്താഗതികളായിക്കോട്ടെ, എപ്പോഴും നമ്മളൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. അത് ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധകാലമാണ്. അങ്ങനത്തെ ഉള്ള മേജർ ഷിഫ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് എക്കണോമിക് ഉണ്ടാക്കുന്ന വലിയ വലിയ ചേഞ്ചസ് ഉണ്ട്. മറ്റൊരു വശത്ത് ടെക്നോളജി കൊണ്ടുവരുന്ന ചേഞ്ചസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI കൊണ്ടുവരുന്ന ചേഞ്ചസ് ഉണ്ട്. അത് എത്രത്തോളം ടെക്നോളജിക്കലായിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻ്റ് എന്നുള്ളതിലുപരി ഇറ്റ് ഈസ് ഡിസ്റപ്റ്റിംഗ് ദ വേ ദാറ്റ് വി തിങ്ക് ആൻഡ് ഓപ്പറേറ്റ് ആസ് പ്രൊഫഷണൽസ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് എവ്രിവെയർ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഹ്യൂമൻ മൈൻഡും ഇതിനെയൊക്കെ ഒന്ന് കോപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ ജോലി എങ്ങനെ, പേരൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞ് കുട്ടികളെ വളർത്തും. ഇപ്പോൾ ഇൻഡസ്ട്രീസ്, ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ ദേ ത്രൈവ്, ഹൗ ക്യാൻ ദേ കമ്പീറ്റ് ബെറ്റർ, ഇങ്ങനെ ലോകത്തിൽ വലിയ ഷിഫ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം മേജറായിട്ട് ഇപ്പോൾ പ്രസൻറ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ യുദ്ധങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ഷിഫ്റ്റ്, ഇത് കാരണം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പവർ പ്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഇപ്പോൾ ഒരു ശരി പണ്ടത്തെ പോലെ ഒരു പാലാഴി മഥനം നടക്കുന്ന സമയമാണ്. ആ ഒരു മഥനത്തിൻ്റെ ഒരു സ്റ്റേജിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോഴാണ് ഈ യുദ്ധവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതുമെല്ലാം നമ്മൾ കാണുന്നത്. എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തു നിന്ന് കാളകൂടവും വരും, അമൃതും വരും, പലതും വരും. ആ പാലാഴി മഥനം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ കാളകൂടത്തിനെ പറ്റിയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് ഇപ്പം. അതാണ് നമ്മൾ കാണുന്നതും സാധാരണ സംസാരിക്കുന്നതും. പക്ഷേ അത് മാത്രമല്ല, അതിനകത്തുനിന്ന് ഒരുപാട് അമൃതും ലക്ഷ്മിയും കാമധേനും എല്ലാം ഓരോന്നോരോന്നായിട്ട് വരും. പക്ഷെ അതിന് സമയമെടുക്കും. അതിന് ഒരു സമയം ആളുകൾക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ചെറിയ ഒരു ലൈഫ് ടൈമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ലൈഫ് ടൈമേ കാണുന്നതല്ലേ ഉള്ളൂ നമ്മൾ റിയാക്ട് ചെയ്യണത്. പക്ഷെ ഇതൊക്കെ ഒരു പല ലൈഫ് ടൈമിൽ കൂടെ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ ബിഗിനിങ് ആണ് ഇപ്പോഴും. അതാ സംഭവിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ അതിൽ മുതലെടുക്കാൻ നോക്കും. അതിൽ അമൃത് വന്നപ്പോഴും അസുരന്മാരും ദേവന്മാരും കൂടെ അത് ആർക്കാ കിട്ടുന്ന ബഹളമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആ ഒരു കോൺടെസ്റ്റ് നിങ്ങളിവിടെ കാണാൻ പോവാണ് ഈ സമയത്തും. അപ്പോൾ ആ വടംവലി നടക്കും. അതിൻ്റെ ആരാ ജയിക്കുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസം നോക്കുകയാണെങ്കിൽ ദേവന്മാരായിരിക്കും ജയിക്കേണ്ടത്. അതെ അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹ്യൂമാനിറ്റി ഹാസ് ഗോട്ട് എ ബെറ്റർ ഫ്യൂച്ചർ, അത്രേ ഉള്ളൂ. അല്ല, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം മനുഷ്യന് നേരത്തെ പറഞ്ഞ പോലെ
എന്ത് മോറൽ, എന്താണ് എത്തിക്, അങ്ങനെയൊക്കെ ഉള്ളതിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിയമം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, നമ്മൾ സൊസൈറ്റിയിലെ നോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതനുസരിച്ച് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ കൂടി ഞാൻ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ആസ് എ നോർമൽ വർക്കിംഗ് മാൻ ഞാൻ ഇങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു. കാരണം കുറേ പേര് ഇപ്പം ഒരു തഗ് കളിക്കുന്നുണ്ട്, ഗുണ്ടായുസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഫോഴ്സ്ഫുള്ളി their wills are being bent, they are forced to smile, forced to praise. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരു സമയത്ത് ഡീസൻസി എന്ന് നമ്മൾ മനസ്സിലാക്കി, ഇൻഡീസൻസി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നോർമലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഐ മീൻ പൊളിറ്റിക്കലിൻ്റെ ഒരു വ്യൂ പെർമിസീവ് പോയിന്റ് ആണ്. അത് പെർമിസീവ് ആയിട്ടിരിക്കുകയാണ്. ഉം. അപ്പോൾ ഈ നമ്മളുടെ ഈ റൂൾ ബുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉം. പക്ഷേ അതിൽ കൂടെ നമ്മൾ അവസാനം എൻ്റെ മനസ്സിൽ വരണത് നമ്മളൊരു ധാർമ്മിക് സൊസൈറ്റിയിലോട്ട് പോകും. ഉം. അവിടാണ് നമ്മൾ നഷ്ടപ്പെട്ട ധാർമ്മിക് കോൺസെപ്റ്റ് തിരിച്ചു വരാൻ പോവാണ്. ഉം. അതിനിടയിലാണ് ഒരുപാട് നമ്മൾ റൂൾ ബുക്ക് ഉണ്ടാക്കിയിട്ട് പലതരത്തിലുള്ള മതങ്ങളും ചട്ടങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുത്തത്. അതെ. പക്ഷേ അതിലെല്ലാത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതെ. അവസാനം തിരിച്ചു വരുമ്പോൾ ഈ ധാർമ്മിക് കോൺസെപ്റ്റിലോട്ട് ഹ്യൂമാനിറ്റി തിരിച്ചു പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓരോരുത്തർക്കും അറിയാം, നമ്മൾക്ക് ഈ നിയമം കൊണ്ടല്ല ജീവിക്കുന്നത്, ധർമ്മം കൊണ്ടാണ് ജീവിക്കുന്നത്. ഓരോ മനുഷ്യനും ഓരോ ഗ്രൂപ്പും സൊസൈറ്റി എല്ലാം ആ ധാർമ്മിക് കോൺസെപ്റ്റിൽ വരും. അതെ. അപ്പോൾ ലോകം എന്ന് പറയുന്ന മറ്റൊന്നായിട്ട് മാറും. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇന്ന് ജീവിക്കുന്നവർ അവർ ഏതോ ഓർത്തഡോക്സ് ചിന്താഗതികൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ലോകം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതെന്നാണ് അവരുടെ കമൻട്രി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് പ്രത്യേക മതങ്ങളോ പ്രത്യേകമായ ഒരു പൊളിറ്റിക്സോ പ്രത്യേകമായിട്ടുള്ള ഒരു സൊസൈറ്റൽ സിസ്റ്റമോ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേക കൾച്ചർ ഫോളോ ചെയ്യുന്നത് എല്ലാം കൊണ്ടൊക്കെ ട്രൈബൽ കോൺസെപ്റ്റാണ്. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൽ നിന്നാണല്ലോ ഈ പറഞ്ഞ ഒരു ഡിസ്റ്റർബൻസ് വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക? അപ്പോൾ അങ്ങളുടെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരു സമയത്ത് ഇതുണ്ടായത്? എത്രയോ ട്രൈബ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അതെ. അവർ അടിപിടിയെല്ലാം കൂടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് മനസ്സിലായി, സ്വരമയായിട്ട് ജീവിക്കണമെന്നെങ്കിൽ അതിനൊരു ഒരു തത്വസംഹിത ഉണ്ടാക്കിയെടുക്കണം. അതിൽ കൂടെയാണ് ഈ ധാർമ്മിക കോൺസെപ്റ്റ്. അതായത് അതെ. സ്വന്തം ധർമ്മം, പിതൃധർമ്മം, ഭർതൃധർമ്മം, ഇങ്ങനെ ഒരുപാട് ധർമ്മ കോൺസെപ്റ്റ്സ് നമുക്കുണ്ട്. അത് നമ്മളുടെ ഒരു ഇൻഹറൻറ്റ് പ്രിൻസിപ്പിളായിട്ട് വരും. അതായത് ഈ ഹ്യൂമൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ നമുക്ക് എമ്പതിയും സിമ്പതിയൊക്കെ തന്നെ നമ്മുടെ ഇൻബിൽറ്റായിട്ടുണ്ട്. അതെ. എമ്പതിയുണ്ട്, കമ്പാഷനുണ്ട്, കൈൻഡ്നെസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ വാല്യൂസാണ്. അത് നമ്മൾ ഇൻഹറൻ്റാണ്. അത് പിന്നീട് നിയമം കൊണ്ടല്ല അതുണ്ടാകുക, അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ കോൺഷ്യൻസാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇൻഡിവിജ്വൽ കോൺഷ്യൻസ് ഓഫ് ദി ഗ്രൂപ്പ്, കോൺഷ്യൻസ് ഓഫ് ദി നേഷൻ, ഇങ്ങനെ അത് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു ധാർമ്മിക കോൺസെപ്റ്റിൽ ഒരു ഗ്ലോബൽ സൊസൈറ്റി, അതാണ് നമ്മൾ പണ്ട് പറഞ്ഞ വസുദൈവ കുടുംബം എന്നൊക്കെ പറയുന്നില്ലേ, അതെ. അതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. ബേസിക്കലി all humans will then realize that individual has a responsibility, അതെ. community has a responsibility, not for to themselves only but to others as well. അതെ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ധാർമ്മിക കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ വിട്ടുപോയ ഒരു സ്ഥലമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ അതെ. കാലം. അതെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ ഇഡിയോളജിക്കൽ ആൻഡ് റിലീജിയസ് ഇൻപുട്ട് വന്നിട്ട് അതിൽ നമ്മുടെ സൊസൈറ്റിയുടെ നോംസ് മാറിപ്പോയി. അതെ. അല്ല, ഇപ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നതാണെങ്കിലും പ്രത്യേകിച്ച് AI-യുടെ ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ആൾക്കാർ സംസാരിക്കാത്തതും കേൾക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ മനുഷ്യൻ പറഞ്ഞതായിട്ടും ഇവർ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞതായിട്ടും, ഈവൻ അതിനു മുന്നേ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ് പോലെയുള്ളതിലൊക്കെ വരുന്ന മെസ്സേജസ് ഒരുപാട് തെറ്റായ ഒരു ദിശയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന തരത്തിലുള്ള അങ്ങനെ പെർപെട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയൊരു നോയ്സ് ഉണ്ട്.
ഈ നോയ്സും ഈ കെയോസും ക്രിയേറ്റ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു ജനതയല്ലേ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മന്ഥനം എന്ന് ഞാൻ പറഞ്ഞതാ. ഇതെല്ലാം അതിൻ്റെ പാർട്ടാണ്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ ഉണ്ണി, ഇപ്പം നിങ്ങൾ കാണുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉം. പിന്നെ എന്ത് കണ്ടാലും വിശ്വസിക്കുമോ? ഒടുവിൽ അവർ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് കൊണ്ട് തരുന്ന ഒന്നും നമ്മൾ വിശ്വസിക്കത്തേ ഇല്ല. അതായത് ഇല്ല. വി ബിക്കം ടോട്ടലി ഇംപെർവിയസ് ടു റിസീവിങ് എനിത്തിങ്. Anything. ഇത് കള്ളവാ. അതെ അപ്പം നമ്മൾ കുറേ കൂടി ക്രിട്ടിക്കലാവും. അതെ. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അതിൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാവും ഉം. ഇതിൽ ഒരുപാട് കള്ളങ്ങളുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ട്രസ്റ്റഡ് ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറും ഉടനെ തന്നെ. അതെ. പിന്നെ ആ ട്രസ്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് കുറേ കള്ളം പറഞ്ഞാൽ ഏക്കത്തില്ല. അതിന് വില എന്താ? അതിന് ആരും അത് സ്വീകരിക്കുന്നില്ലല്ലോ. ആ ഒരു സ്ഥിതിയിലിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അതായത് ഇറ്റ് വിൽ ബി ഫാർ മോർ ഡിഫിക്കൽട്ട് ഫോർ എനിവൺ ടു കം ആൻഡ് സേ ദാറ്റ് ദിസ് ഈസ് ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ. യു വുഡ്ന്റ് ബി കൺവിൻസ്ഡ്. യു വോണ്ട് ബി കൺവിൻസ്ഡ്. കാരണം എന്താ, നമ്മൾ ടോട്ടലി അനുഭവത്തിൽ കൂടെ അറിയുന്നത് കള്ളങ്ങളാണ് നമ്മൾ കാണുന്നത് മുഴുവൻ. അതെ അതെ. അപ്പോൾ അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് കൂടുതലായിട്ട് അതാണ് നോർമായി വരുമ്പോഴത്തേക്ക് സത്യം എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡ് ദിസ് നോർമാലിറ്റി ആവണം. ആയി മാറണം. അതെ. ഇൻ എ സെൻസ് അബ്നോർമൽ. അബ്നോർമൽ. അതെ. സത്യം പറയുന്നവൻ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അല്ലേ? സത്യം പറയുകയും കൂടുതൽ അവയർനെസ്സിലേക്ക് സൊസൈറ്റിയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത റിഫോമേഴ്സ് ആയിട്ട് ഉള്ളവരൊക്കെ സമൂഹം ഭ്രാന്തനെന്ന്, കാരണം ശാസ്ത്രജ്ഞനായിക്കോട്ടെ ഭ്രാന്തൻ, ഇവരെല്ലാവരും ഭ്രാന്തന്മാരായിട്ടാണ് മുദ്ര കുത്തിയിരിക്കുന്നത്. കാരണം സൊസൈറ്റൽ നോമിന് പുറത്ത് നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ അത് സംഭവിക്കും. ആ ഒരു ചേഞ്ചിൻ്റെ ബിഗിനിങ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ ടൂൾസ് ഉള്ളതുകൊണ്ട് ഇത് വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഹിസ്റ്ററിയുടെ ഒരു റെപ്പിറ്റേഷൻ തന്നെയാണ്. ശരിയല്ല? കാരണം ഇതുപോലുള്ള ചേഞ്ചസും വലിയ വലിയ റെവല്യൂഷൻസും പല തവണയായിട്ട്, ഇപ്പോൾ അതിപ്പോൾ ഇന്ത്യയിൽ റിനൈസൻസ് ആയിരുന്നാലും അതിന് മുൻപുള്ള വലിയ 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 എവല്യൂഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സിവിലൈസേഷൻ ഇതിൻ്റെ ഇങ്ങനത്തെ പ്രോസസ്സിൽ കൂടെ പോയിട്ടുണ്ട്. അത് കുറേ കൂടി ഇപ്പോൾ ഗ്ലോബലായിട്ട് മാറിയെന്നേ ഉള്ളൂ. അതെ. എല്ലാ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, ഏൻഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാം ഇതുപോലത്തെ പ്രോസസ്സിൽ കൂടെ പോയിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രോസസ്സിൽ കൂടെ ഒരു യുഗം തീരണം, വേറൊരു യുഗം തുടങ്ങണം. ആ യുഗത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. ആ മാറുന്നതിൻ്റെ ആ പ്രസവ വേദനയായി ഇപ്പോൾ കാണുന്നത് എന്ന് തന്നെ കരുതണം. അത് കഴിയുമ്പോൾ അടുത്തൊരു സത്യയുഗം ജനിക്കുമെന്നും കരുതണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് നമുക്കതിൻ്റെ അന്ത്യം അതൊന്ന് കാണാൻ കഴിയില്ല. അത് 2-3 ജനറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് ആവുള്ളൂ. അതെ. ആക്ച്വലി കണക്കുകൾ പ്രകാരം കലിയുഗം ഇനിയും എത്രയോ വർഷം കിടപ്പുണ്ട്. അതെ, പക്ഷേ വർഷത്തോളം കിടപ്പുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതെ അതെ, സംശയമൊന്നുമില്ല. അതെ. അത് വളരെ ശരിയാണ്, അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഹിസ്റ്ററി നൂറുകണക്കിന് വർഷങ്ങൾ അസസ് ചെയ്താൽ പോരല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങൾ ആ സ്കെയില് വളരെ വലുതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാക്രോ കോസം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാലേ ഈ ഒരു ചിന്തയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള സമയം തൊട്ട് നമുക്ക് നോക്കേണ്ടി വരും. അതെ അതെ. എത്രയോ സിവിലൈസേഷൻ വന്നും പോയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കറന്റ് സിവിലൈസേഷൻ്റെ ആ ഒരു പെയിനും പാങ്സും ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് എന്താ പറയുക, പുതിയ രീതിയിൽ ജീവിക്കാൻ ഉള്ള ആഹ്വാനങ്ങൾ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൽ പോലും ഒരുപാട് ഈ പറഞ്ഞ കള്ളത്തരങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് എന്തിൽ വിശ്വസിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതായത് ഇപ്പം ഒരു ഇന്ത്യൻ മെൻറ്റാലിറ്റിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് അത് സർക്കാർ ഉദ്യോഗമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഇവോൾവ് ചെയ്തിട്ട് പിന്നെ പ്രൊഫഷണൽ ഉദ്യോഗം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായി. പക്ഷേ ആ ഒരു സർവീസ് സെക്ടറിനൊക്കെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. IT സർവീസ് സെക്ടറിനൊക്കെ വലിയ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ദിസ് ഇസ് ഓൾ ആഡിങ് ടു സം അൺസർട്ടനിറ്റി. അതിൻ്റെ മേളിലെ കൂടെയാണ് ഈ മറ്റ് പ്രചാരണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിൽ വരുന്ന ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ക്ലോസർ ടു നമ്മളെ കറണ്ട് ടൈംസിലേക്ക് വരികയാണ്. അതിന് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഒരു ഹ്യൂമൻ സൊസൈറ്റി എടുത്ത് നോക്കിയാലേ എല്ലാം ഒരു കോഴിയും പശുവിനെയും പിന്നെ പന്നിയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു.
അതിന് പിന്നെ ഒരു തലവൻ, ഒരു രാജാവ് അവിടെ ഇരുന്നിട്ട് കുറച്ച് കപ്പമൊക്കെ മേടിച്ച് അയാൾ കൊട്ടാരമൊക്കെ കെട്ടി അവിടെ ഇരുന്നു. ഉം. അങ്ങനെ ഒരു 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 സൊസൈറ്റിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഉം. അപ്പോൾ രാജാവിന് പെട്ടെന്ന് തോന്നി എനിക്ക് ഇത് നമ്മുടെ വിസ്തീർണം ഒന്ന് കൂട്ടണമെന്ന്. ഉം. അപ്പം അതിന് പോയി അടിയിടാൻ ആളെ വേണ്ട. അതെ. അപ്പം ഈ പന്നിയും കോഴിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിലെ ആ. ആണുങ്ങളെ വിളിക്കും. ആ. എൻ്റെ കൂടെ വാ, നമുക്ക് പോയി മറ്റവരെ അറ്റാക്ക് ചെയ്ത് നമുക്ക് കുറേ വിസ്തീർണം കൂട്ടിയെടുക്കാമെന്നും ആ. പറഞ്ഞിട്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട് നോക്കുന്ന അവിടുത്തെ സ്ത്രീകളും അതെ. കുട്ടികളൊക്കെ ആയിട്ടാണ്. അതെ. അങ്ങനെ നടന്നിട്ട് ഉം. ഒരു സമയത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. അതെ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ഫാക്ടറികളുണ്ടാക്കി. അതെ. ഫാക്ടറികളുണ്ടാക്കിയപ്പോൾ അവിടെ ജോലി ചെയ്യാൻ ആളുമുണ്ട്. അതെ. അപ്പോൾ ഈ ആണുങ്ങൾക്കൊക്കെ ആ ജോലി കൊടുത്തു. അതെ. അപ്പോഴേ പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ പണ്ട് പോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണുങ്ങൾ ഇവിടെ ഫാക്ടറി ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പെട്ടെന്നില്ല രാജാവിന് പിന്നെയും പെരിമീറ്റർ കൂട്ടാനുള്ള ആളെ വേണം. അതെ. പെരിമീറ്റർ കൂട്ടാനായിട്ട് യുദ്ധം, അല്ലെങ്കിൽ മറ്റേ അതെ. രാജാവ് തീരുമാനിച്ച് ഇങ്ങോട്ട് വന്ന് അടിക്കാമെന്ന്. അതെ. അതെ. എങ്ങനെയായാലും യുദ്ധം തുടങ്ങി. അപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഈ ആണുങ്ങൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ പിന്നെ ഫാക്ടറി ജോലി കൊണ്ടിരുന്നവന് അവൻ്റെ അടുത്ത് പറഞ്ഞ് യുദ്ധത്തിന് പോയേ പറ്റുള്ളൂ. ഉം. അപ്പോൾ യുദ്ധത്തിന് അവരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഇതിന് മുതൽ മുടക്കിയിട്ട് ഇവിടെ ഫാക്ടറി ഉണ്ടാക്കിയിരിക്കുന്ന അവനെന്ത് ചെയ്യും? അതെ. അവൻ രാജാവിനൊക്കെ പറഞ്ഞ് ഇതിന് വല്ല ഇതിന് വല്ലത് നോക്കാതെ ഇവരെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഉം. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞ് പറഞ്ഞ് പെങ്ങളെ, അമ്മമാരെ, നിങ്ങൾ ഇതിന് പിന്നെ വന്ന് ഇതിന് എന്തെങ്കിലും ചെയ്യണം. ഉം. അപ്പോൾ അവരെല്ലാം വീട്ടിൽ നിന്നിറങ്ങി പോയിട്ടില്ല, ഇപ്പോൾ ഫാക്ടറി പോയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. മറ്റവർ പട്ടാളത്തിലും ചേർത്തു. വിട്ടു. ഉം. ഒടുവിൽ ആ ഒരു ടാബു മാറി. മറ്റത് ഈ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരായിരുന്നു. വീട്ടിലിരുന്ന് വീട്ടിലെ കുട്ടികളെയും അവിടുത്തെ മൃഗങ്ങളെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അതെ. ഇന്നിപ്പോൾ പോയിട്ട് ഇവിടെ പെട്ടുപോയത്. കാരണം എന്താ? മറ്റവരെ ഈ പട്ടാളത്തിൽ കൊണ്ടുപോകേണ്ട ആവശ്യത്തിൽ. അതെ. ഒടുവിൽ പട്ടാളത്തിൽ യുദ്ധമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉണ്ട് ഇവർ ജോലി ചെയ്യണം. ഇനി ഞാൻ എന്ത് ചെയ്യും? ഉം. അതെ. അവരെല്ലാം വീട്ടിൽ പോയിരുന്നു. പിന്നെ കൂടി തുടങ്ങി, സിഗരറ്റ് വലി അല്ല, എനിക്ക് അത് മനസ്സിലായി. പേർപ്പസ് അല്ലേ? എന്താണ് എന്നെ കൊണ്ടുള്ള പേർപ്പസ് എന്നുള്ളത് ഈ റീഡെഫിനിഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. ഇതാ സംഭവിക്കണം. ഓരോ അതെ. ഡിമാൻഡ്, ഓരോ സോഷ്യൽ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എൻജിനീയറിങ് നടത്തും. അതിനൊരു ഒരു ലീഡർ കാണും. അവരതിനെ എൻജിനീയർ ചെയ്ത് ആ ഒരു പൊസിഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ. അങ്ങനെയാണ് നമ്മൾ എല്ലാ എംപ്ലോയീസ് ആയത്. അതെ. അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. എല്ലാവരും സെൽഫ് എംപ്ലോയിഡാണ്. വീട്ടിലിരുന്ന് പന്നിയും പിന്നെ പശുവിനെയെല്ലാം നോക്കുന്ന ആളുകളായിരുന്നു. അതെ. അപ്പോൾ ഇപ്പം സംഭവിക്കുന്നത് വെച്ച് വെച്ചാൽ ആ സ്ഥലങ്ങളിലൊക്കെയാണ് AI-യും റോബോട്ട്സും എല്ലാം വരാൻ പോകുന്നത്. അതെ. അവരെല്ലാം വന്നു കഴിയുന്ന ഉടനെ എന്ത് സംഭവിക്കും? ഈ ജോലികളെല്ലാം നഷ്ടപ്പെടും. ഇതെല്ലാം പോകും. അതെ. അപ്പം എല്ലാവരും കരയാൻ തുടങ്ങും. എനിക്ക് ജോലി കിട്ടുന്നില്ല. ഈ അതെ. ജോലി കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതെ. അതെ. അവർ പറയുന്ന ജോലി എന്ന് പറയുന്നത് വല്ലവരും കൊടുക്കുന്ന ജോലി. അത് കൂലിക്ക് പണിക്കുള്ള ജോലിയെ പറ്റിയാണ് ഈ പറയുന്നത്. അതെ. അപ്പം എന്ത് വ്യഗ്രതയിൽ ആളുകൾ പോയിട്ട് കൂലിപ്പണി നോക്കാൻ പോകുന്നത്. അതെ. ഒരു ദിവസം ബോസ് വിളിച്ചു പറഞ്ഞ് തനിക്ക് ജോലിയില്ലടോ, ഇറങ്ങി പോയാൽ പറ്റുള്ളൂ. ഉം. ദേ ആർ ഇൻ എ സച്ച് എ വൾണറബിൾ പൊസിഷൻ. എന്നിട്ട് അവർ വേണ്ടെന്തോ അല്ലേ ലെമിങ്സിനെ പോലെ പിന്നെ ഈ ജോലി എടുക്കാനായിട്ട് വല്ലവർക്കും വേണ്ടി ജോലി എടുക്കാനായിട്ട് പോകുന്ന ഒരു 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 വ്യഗ്രത. അപ്പോൾ അതിനാണ് എല്ലാവരും പഠിച്ചു വരുന്നത്. പഠിച്ചു വന്നിട്ട് ഈ ജോലി എടുക്കാനായിട്ട് പോകുന്നത്. അതെ. അതേസമയത്ത് വേണ്ടെന്താ, പഠിച്ചിട്ട് നമുക്ക് ആ നോളജ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സെൽഫ് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ നോക്കണം. അതെ. ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ഈയിടെ കാണും ഈ ബെയ്ഥോവനെയും പിന്നെ മോട്സാർട്ടിനെ അങ്ങനത്തെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ എന്താ കാര്യം? ബുദ്ധിമുട്ടാണല്ലോ. അവരെല്ലാം അവിടെ ഫാക്ടറിയിൽ നട്ടും ബോൾട്ടും ഇട്ടുകൊണ്ടിരിക്കുക അവിടെ. അതെ. അതെ. അതിന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവർ തളർന്ന് വീട്ടിൽ വരുമ്പോൾ പിന്നെ ഉറങ്ങാൻ സമയമുള്ളൂ.
മനസ്സിലായി. അപ്പോൾ അവർക്ക് അതെ. അവിടെ നിന്ന് പിന്നെ കോൺസെർട്ട് എഴുതാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അല്ല, അങ്ങനത്തെ അവരെ ഈ ഹ്യൂമൻ പൊട്ടൻഷ്യലുള്ള ആളുകളെ നഷ്ടപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുണ്ട് ഈ ഇൻഡസ്ട്രിയൽ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെ. ഇപ്പോൾ തന്നെ ഉണ്ണിക്ക് കുറേ കൂടെ സമയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ണി കുറേ കൂടെ പാട്ടുകളൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കും. അതെ, സമയം കാരണം അതെ, ഇന്നത്തെ സൊസൈറ്റൽ സിസ്റ്റത്തിനനുസരിച്ച് എനിക്ക് അതെ. കാശുണ്ടാക്കണം. അതെ, അതുണ്ടാക്കണമെങ്കിൽ എനിക്ക് ആ സിസ്റ്റത്തിനകത്ത് ആ ഗ്രിഡിൽ ഇരുന്നേ പറ്റുള്ളൂ. എക്സാക്ട്ലി. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അതെ. നമുക്ക് ഹ്യൂമൻ പൊട്ടൻഷ്യലുള്ള ചില ഏരിയാസ് ഉണ്ട്. അതെ. അത് നഷ്ടപ്പെട്ടിട്ടാണ് Yeah. നമ്മളിങ്ങനെ ഈ ജീവിതത്തിന് വേണ്ടി അതെ. അല്ലെങ്കിൽ ഈ ഡെയിലി എക്സിസ്റ്റൻസിന് വേണ്ടി ഉം. ജോലി ചെയ്യുന്നത്. അതെ. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഞാനൊരു ഒരു ഒരു സമയത്ത് എനിക്ക് പെട്ടെന്നൊരു തോന്നൽ ഒരു ചെറിയ ചെക്ക് ചെയ്യാം. അപ്പം മൺഡേ തൊട്ട് ഞാൻ ഒരാഴ്ച ഏതെങ്കിലും പേഷ്യൻ്റ് കയറി വന്ന ഉടനെ ചോദിക്കും, ആർ യു എംപ്ലോയിഡ്? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ബട്ട് ഫോർ ദ മണി ദാറ്റ് യു ഗെറ്റ് വുഡ് യു കണ്ടിന്യൂ വർക്കിംഗ് ഇൻ ദിസ് പ്ലേസ്? എന്നിട്ട് ഞാൻ എല്ലാത്തിൻ്റെ എൻ്റെ സ്കോർ ചെയ്ത് അവർ പറഞ്ഞ എൻ്റെ ഉത്തരത്തിന് സ്കോർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പം 80% ആളുകളും only for working for the money there. Otherwise they won't be working there. അതെ. They are working at a place they don't want to work. ഉം. Only 20% of them said, yes, Are this is happy very with good. what I'm they're happy with what I'm doing. And I'll continue and I keep it up. അങ്ങനെ 20% ആളുകളേ ഉള്ളൂ. ഈ only receiving the money is the only objective of him working with no love for the job. അതെ. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അതെ. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് എ സൊസൈറ്റി വി കൺസിഡർ ആസ് നോർമൽ ആവറേജ്. I'm having my mortgage, I'm having my അതെ. car lease and everything else. മനസ്സിലായോ? അപ്പൊ ദേ ആർ ഡ്രിവൺ ടു എ സ്റ്റേറ്റ് ഓഫ് ഫ്രസ്ട്രേഷൻ. അതെ. കാരണം അത് സെൽഫ് റിയലൈസേഷൻ വരുന്നില്ല. എൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എൻ്റെ ജീവിതമേ അങ്ങ് ഞാൻ സമയം വേസ്റ്റ് ചെയ്യണമെന്നൊരു തോന്നൽ. അത് തന്നെ അവർ നെഗറ്റീവ് എനർജി ആയിട്ട് ആ ഫാമിലിയിലേക്കും ആ സൊസൈറ്റിയിലൊക്കെ. നെഗറ്റിവിറ്റി Yeah. മനസ്സിൽ വെച്ചിട്ടാണ് അതെ. അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അതെ. ബിക്കോസ് 80% of them say, but for the money, I won't be doing this job. So the job is not his love of it. അല്ല, സർവൈവൽ ആണ്. സർവൈവലിന്റെ അതായത് ടേംസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എക്സിസ്റ്റൻഷ്യൽ റീസൺ. എക്സിസ്റ്റൻഷ്യൽ ആണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയാണ് നമ്മൾ നോർമാലിറ്റി എന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ചേഞ്ചുകളാണ് ഇപ്പോൾ ഈ AI-യും റോബോട്ട്സും എല്ലാം കൊണ്ടുവരാൻ പോകുന്നത്. All these repetitive mundane jobs, which is actually mind numbing jobs. അങ്ങനത്തെ എല്ലാം ഇങ്ങനെ ഈ ഉള്ള റോബോട്ട്സും AI-യും എല്ലാം എടുക്കും. അതെ. അപ്പം നമ്മൾ ചോദിക്കും, എങ്ങനെയാ മനുഷ്യർ ജീവിക്കുന്നത്? എനിക്ക് ജോലിയിൽ സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആലോചിക്കണം, പ്രൊഡക്ടിവിറ്റി ഇസ് ദ ബോട്ടം ലൈൻ. Who is more productive, you or the robot? ആരാണ്? ഉറപ്പായിട്ടും മണ്ടൈൻ ജോബ് ആണെന്ന് പറഞ്ഞാൽ റോബോട്ട് ആയിരിക്കും മോർ പ്രൊഡക്റ്റീവ്. Absolutely. അതായത് നിങ്ങൾക്ക് അസുഖം വരും, അതെ, കൈ ഒടിയും, പലതും ഉണ്ടാകാം. അതിനൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകത്തില്ല. 24/7 it will work. Yeah. നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ ഒരു എനിക്ക് വീട്ടിൽ പോയി കിടക്കണമെന്നുള്ളത് ഒന്നുമില്ല വരും. അല്ല, നമ്മുടെ ഡിസൈൻ ഈസ് നോട്ട് ടു റിപ്പീറ്റ് തിങ്സ് അല്ലേ. ദിസ് ഈസ് എ തിങ്. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി കൂടും. അതെ. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ചോദിക്കും, ഹൗ വിൽ എനിബഡി ദെൻ ബൈ ദീസ് തിങ്സ്? അതെ. അതിനാണ് ഈ പ്രൊഡക്റ്റീവായിട്ട് ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ യു ക്യാൻ സെൽ ഇറ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ ഈ ബയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ബയേഴ്സ് ആരാണ്? യു ആർ ദ ബയർ. സപ്പോസ് the government is going to give you a living salary every year. Okay. You are a buyer. അതെ. Where is the government getting the money? They sell all these things that the robots are creating and they sell it in the market. അതെ. അപ്പോൾ ആ മണ്ടേനെസ് എടുത്ത് മാറ്റി you are given a living salary and then you sit and make your music
or Yeah. go and play something competitive game or whatever else that is pleasing to you അതെ without anybody is telling that 9 to 5 job you have to do, you know. അതെ The world will change Yeah. for sure, Yeah. and it is something that nobody can stop. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഈ ന്യൂവൻസസ് ഒക്കെ മനസ്സിലാക്കി എടുക്കണം. ഉം. ആങ്സൈറ്റി നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. എനിക്ക് അതെ എൻ്റെ ജോലി അങ്ങ് പോകും, അതെ അപ്പം ഞാൻ എന്ത് ചെയ്യും? അതെ ഒരു 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 കുറച്ചുകൂടെ ബ്രോഡായിട്ട് ലോകത്തെ കാണാനുള്ള ഒരു കഴിവ് മനുഷ്യന് വേണം. ഓരോ ഇൻഡിവിജ്വലിനും വേണം. ഇപ്പം ഒരുപക്ഷെ ഒരു മനുഷ്യന് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബ്രോഡ് വ്യൂ, ഈവൻ പത്രങ്ങൾ വായിച്ചിട്ടും ഒക്കെ ഉള്ളൊരു പതിവും ഒക്കെ ഇന്ന് പോയല്ലോ. എല്ലാവരും ഡ്രിവൺ ആവുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോമഡിയോ അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക എന്നുള്ള ഒരു നോമിലേക്ക് സൊസൈറ്റി ഡ്രൈവ് ചെയ്യപ്പെട്ടു. കാരണം അതർ ദാൻ ലുക്കിംഗ് ആഫ്റ്റർ യുവർ ജോബ്, coming back to whatever it is that is your setup, that you have set up as a family unit, അതിലേക്ക് വരുന്നു. ഇനി എനിക്ക് വേറൊന്ന് ഇൻടേക്ക് ചെയ്യാൻ വയ്യ, എനിക്ക് ലോകത്തെ പറ്റി ഒന്നും അറിയണ്ട. I don't want to participate in the global thing, whatever is going on there, because it is too confusing, it's too heavy. എനിക്ക് അതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അങ്കിൾ ഈ പറഞ്ഞ ആങ്സൈറ്റിയും ഒക്കെ അതിനകത്തോട്ട് ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷൻ ഉണ്ടാകും. കാരണം എനിക്ക് അറിയില്ല, എനിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള നിയമം സംഹിതയിലൊന്നും പെടുന്നില്ല ഈ കാര്യങ്ങളൊന്നും. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച പോലെയോ അച്ഛനമ്മമാർ പറഞ്ഞു തന്ന പോലെയോ എന്നെ ഇതുവരെ സമൂഹം പഠിപ്പിച്ചു തന്ന പോലെയോ ഞാൻ ഗുരുക്കന്മാരെന്ന് കണ്ടവർ പറഞ്ഞു തന്ന പോലെയോ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ഒറിജിനൽ തിങ്കിങ് മോട്ടിവേറ്റ് ചെയ്യാത്തൊരവസ്ഥയിൽ നിന്ന് വരുന്ന മനുഷ്യനല്ലേ ഇത് കൂടുതൽ ബുദ്ധിമുട്ട്. അതെ, അതിന് സംശയമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ വി ആർ ഓൾ ഗ്രൂം ടു ബി ഇൻ ദിസ് സെറ്റപ്പ്. അതാണ് എൻ്റെ കാര്യം. അതപ്പോൾ ഒരു നോർമാലിറ്റി ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദാറ്റ് നോർമാലിറ്റി ഇസ് വാട്ട് വി റിപ്പീറ്റ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് സീൻ ആസ് ദ മോസ്റ്റ് എക്സലൻറ്റ് വേ ടു മാനേജ് ദ ലൈഫ്. അതാണ്. പക്ഷെ നമ്മൾ ഇരുന്നിട്ട് ഒരു സമയത്ത് ചോദിക്കുന്നില്ലേ ഈ ക്വസ്റ്റ്യൻസൊക്കെ? ഞാൻ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ, ബട്ട് ഫോർ ദ മണി വുഡ് യു ബി വർക്കിംഗ് ഫോർ വേർ യു ആർ വർക്കിംഗ്? ആ ഒരു ചോദ്യത്തിനും ആരെങ്കിലും ഇരുന്ന് ചോദിക്കാറുണ്ടോ? ഈ ചോദ്യം തന്നെ ചോദിക്കാറുണ്ടോ? എനിക്ക് ഈ ജോലി ഇഷ്ടമുണ്ടോ? അതോ ഈ കാശ് കിട്ടുന്നതിന് മാത്രം ചോദിക്കുന്ന ഈ ഒരു ചോദ്യം നമ്മൾ ആരും ചോദിക്കാറില്ല. എന്നാലും നമ്മൾ ഈ ഒരു ജോലിക്കായിട്ടാണ് നമ്മളൊരു ക്വാളിഫിക്കേഷൻ എടുത്തിരിക്കുന്നത്, അതിന് പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ ചോദിക്കുന്നതാണല്ലോ ഓൺട്രപ്രന്യൂർഷിപ്പ്. അതെ, കാരണം ആ ഒരു എവിടെയോ എന്തോ പോയിക്കൊണ്ടിരിക്കുന്നതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ചിന്ത, ആ ഒരു വിസ്ഡം നമ്മുടെ ഉള്ളിൽ വരണം. വൺ ഓർ ദി അതർ വേ we should be wired in that way to ask that question to others and to yourself, and to drive yourself in a path that you see as a sustainable way of living, rather than all this dependency driven blindly following somebody's rules. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് ചോദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ മനുഷ്യന്റെ എക്സിസ്റ്റൻസ് ആയിക്കോട്ടെ, അതല്ല ഒരു ഗവൺമെന്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്തേക്ക് വരുന്ന ചോദ്യങ്ങളായിക്കോട്ടെ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കലി ആ താല്പര്യങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ നിന്നും ഉണ്ടാവുന്നു. അതെ. അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഓരോരുത്തരും മോട്ടിവേറ്റഡ് ആകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹോപ്പ്ഫുള്ളി അടുത്തൊരു ജനറേഷൻ എങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ. അതാണ് നടപടി. അതാണ് നടക്കുന്നത്. ഞാൻ ആ നടപടിയിൽ ഇങ്ങനെ കൂടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അതിനപ്പുറത്തോട്ട് ചോദിക്കേണ്ട ആവശ്യം തന്നെ മനസ്സിൽ വന്നിട്ടില്ല. അതെ. പക്ഷെ ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ ചില ഫോൾട്ട് ലൈൻസ്. അതെ. ഈ ഓരോരുത്തർ അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കാൻ പോയിരുന്നു. കേരളത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ അവിടെ അഗ്രികൾച്ചർ കോളേജ് പഠിക്കാൻ പോകുന്നവർ ആരും തിരിച്ചു വന്നിട്ട് കൃഷി ചെയ്യാൻ പോയിട്ടില്ല. അവർ ഗവൺമെൻറ് ജോബ് നോക്കിയിരിക്കുക. അതായത് അവിടുത്തെ ഡിസ്ട്രിക്റ്റ് അഗ്രികൾച്ചർ ബോർഡിൻ്റെ അതിനകത്ത് ജോലി, വൈറ്റ് കോളർ ജോബ്. ഈ പഠിച്ച നോളജ് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭമല്ല അത്. അല്ല. എങ്ങനെയാണ് ഇത് വളർത്തുന്നതെന്നും എങ്ങനെയാണ് ഇതിന് കൂടുതൽ കായം ഉണ്ടാക്കുക, ഇതൊക്കെ ഈ അഗ്രികൾച്ചർ പഠിക്കുന്നവരെല്ലാം അവരെ ഉപയോഗിക്കുന്നുണ്ടില്ല. അവരാകപ്പാടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിരുന്നിട്ട് വല്ല പേപ്പർ ഒപ്പിടുന്ന ഒരു ജോലിക്കായിട്ടാണ് ഇതെടുക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണ് നമ്മുടെ പഠിച്ചിട്ടുള്ള
വിവരങ്ങൾ. അത് നമുക്ക് കൊളോണിയലിസം കൊണ്ടുവന്ന ഒരു കേസാണല്ലോ. പക്ഷെ അത് ഇതാണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. അത് ക്വസ്റ്റ്യൻ ചെയ്യാത്തതിൻ്റെ കാര്യമാണ് ഞാനീ പറയണത്. അതെ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ നോളജ് എന്ന് പറയുന്നത് ഈ ഉപയോഗിക്കുന്ന പ്രശ്നമേ ഇല്ല. ജീവിതം മുഴുവനും ആ ജോബ് എടുത്തിട്ട് അവിടെ ഇരുന്നെങ്കിൽ വല്ല പേപ്പർ ഒപ്പിടുന്ന ജോലിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ വല്ല പിന്നെ പ്രൊമോഷൻ കിട്ടി എക്സിക്യൂട്ടീവ് ലെവലിൽ പോയി ഇങ്ങനെയൊക്കെ നോക്കുന്നതല്ലാതെ ഈ പഠിച്ച നോളജ് കൊണ്ട് എങ്ങനെ ഞാൻ ഈ ഹ്യൂമാനിറ്റിക്ക് ഒരു ഉപകാരം ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിയിൽ ആരും അധികം വരാറില്ല. അതാണ് ഒരു ഇല്ല. പ്രശ്നം. ഇപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കുക എത്ര എൻജിനീയേഴ്സാണ് ഇപ്പോൾ ഇത് എന്താണ് സെൽഫ് സ്റ്റാർട്ടും ഒക്കെ അതെ, തുടങ്ങിയിരിക്കുന്നത്, സ്റ്റാർട്ടപ്സ്. അതെ, സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. അതെ, ആ ഒരു ചേഞ്ച് ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് അതെ, പറഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ബോധം തുടങ്ങി. അതെ. അതിനു മുമ്പേ എന്താ വെച്ചാൽ ഒരു എഞ്ചിനീയറായിട്ട് വരുന്നതിൻ്റെ ജോലി എന്തുവാ? എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോബില്ല, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറിനെ വിളിച്ച് എനിക്ക് ആ ഒരു ജോബ് മാത്രം നോക്കിയിരുന്ന ആളുകളാണ്. അതെ, ആ ഒരു ചേഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിങ്ങിൽ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ അതെ. അഗ്രികൾച്ചറിൽ ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോഴും തിട്ടമില്ല. ഉം. ഒരുപക്ഷെ നന്നായിട്ട് പഠിച്ചവർ വെളിയിൽ വന്നിട്ട് ആ വിവരം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സെക്ടർ നന്നാക്കേണ്ടതാണ് ആവശ്യം. അതെ, അതെ. അല്ല, ഇപ്പോൾ ചൈനയൊക്കെ ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആണെന്ന് പറയും, ഏറെക്കുറെ. അപ്പം അത് അവരെ ഡ്രൈവ് ചെയ്യുന്നത് അവരുടെ തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു സെൽഫ് സഫീഷ്യൻസിയിലേക്കൊക്കെ അവരെ ഡ്രൈവ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിലും ഈ ചിന്താഗതി ഇല്ലാതായി പോയതാണ്. അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഫോർ സം റീസൺ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. നമ്മൾ ഇത് ചെയ്താലേ ഗുണമുള്ളൂ. അപ്പോൾ പാടങ്ങൾ നോക്കാനും കൃഷി നോക്കാനും ഒന്നും ആളില്ലാതായി മാറി. കാരണം എല്ലാവർക്കും വേണ്ടത് ആ ഒരു കസേരയിൽ ഇരുന്നുള്ള ഒരു അത് ജോലിയാണ്. പ്രത്യേകിച്ചും അത് ഏറ്റവും കൂടുതൽ എവിടെ നമ്മൾ കാണുന്നത് കേരളത്തിൽ. അതെ. കാരണം എന്താ? വലിയ അഭ്യസ്ത വിദ്യരായിട്ടിരിക്കുക. അഭ്യസ്തവിദ്യരായി. കൂടുതൽ അഭ്യസ്ത വിദ്യരായി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് തൊടൂല. ഇടാൻ പാടില്ല. അതെ. അല്ല, അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് വന്ന് ഇപ്പോൾ ഡയസ്പൊറയിൽ വന്ന് ഒരു പാർട്ടായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർ നോക്കുമ്പോൾ പ്ലംബർ ബെൻസിൽ വരുന്നു. അതെങ്ങനെ ശരിയാവും? നമ്മുടെ സമൂഹത്തിൽ പ്ലംബർ ചെറിയൊരു ഇതാണ്, ഇലക്ട്രീഷ്യൻ ചെറിയൊരു ഇതാണ്, എഞ്ചിനീയർ വലുതാണ്. ഇതെങ്ങനെ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നത് എന്താ ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വരികയാണ്. ഇവിടെ വന്നിട്ട് അവിടെ കപ്പ കൃഷിയും പിന്നെ നടത്തുന്ന മലയാളികളുണ്ട് ഇവിടെ. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അവിടെ ക്വീൻസ്ലാൻഡ് ക്വീൻസ്ലാൻഡില്. അതെ, ഒക്കെ എത്രയോ ദേ ഗോട്ട് എ ലാർജസ്റ്റ് സം പ്ലാന്റേഷൻ ആൻഡ് ഓൾ. അതെ. അത് നാട്ടിൽ പറയുകയാണെങ്കിൽ അത് പുച്ഛമാണ്. അതെ. അതിന്റെ കൃഷിക്കാരനാന്ന് കാരണം ഈ പറയുന്നത്. മൈൻഡ് സെറ്റ് ഇതാണ്. അതെ. ഈ ജോലി എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായിട്ടില്ല അവർക്ക്. ഈ ഇല്ല. ജോലി എന്ന് പറയുന്നത് വല്ലവനും കൊടുത്ത ജോലിയാണ് ഈ ജോലി. അതെ. അതെ. അത് അത് അഭ്യസ്തവിദ്യരായിട്ടിരിക്കുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സഫറിങ് ഉള്ളത്. അതെ, അതെ. ബാക്കിയുള്ളവരെല്ലാം കുറെ കൂടെ കാരണം എല്ലാം അത് വെച്ചിട്ടാണല്ലോ. അതെ. ഇപ്പൊ ഞാനിത് മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ SAP എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു ടൂളുണ്ട്. IT-യിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സമയത്ത് ഒരു 2000 വർഷം 2000-ലൊക്കെ തുടങ്ങി. ആ ഒരു സമയം 2000 2005 ആയപ്പോഴേക്കും ഭയങ്കര പോപ്പുലറായി മാറിക്കഴിഞ്ഞ ഒരു എന്റർപ്രൈസ് മാനേജ്മെന്റിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. ഇത് പഠിച്ചാൽ IT-യിൽ ഒരുപാട് പൈസ കിട്ടും എന്ന് പറഞ്ഞ് ആൾക്കാർ ഇത് പഠിപ്പിക്കുന്നു. കമ്പനികൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നു. ഇൻഫോസിസും TCSും പോലുള്ള കമ്പനികളൊക്കെ ജർമ്മനിയിലും US-ലും എല്ലായിടത്തും ജർമ്മൻ പ്രോഡക്റ്റ് ആണിത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഈ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇരിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ്. അതെ. അപ്പം SAP പഠിച്ച ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്ന അവസാനം ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അതെ. അങ്ങനെ SAP എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് ഒരു ആക്രോണിമിന് ഇതായി മാറി. ഒരു സമയത്ത് ഡോക്ടർസ് ആയിരുന്നു. ആ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരുന്നു. ഇപ്പൊ SAP ആയി. SAP ഒരു സമയത്ത് ഇപ്പൊ അതൊന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ കാരണം എന്ന് പറഞ്ഞാല് ഇത് പഠിച്ച് അമേരിക്കയിൽ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടുക, ഏറ്റവും ടോപ്പ് ഡൗറിയും കിട്ടുക. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വിസ കിട്ടാൻ വേണ്ടി മാത്രം ആന്ധ്രയിൽ അമ്പലമുണ്ട്. H1B കിട്ടാൻ വേണ്ടിയുള്ള അമ്പലമൊക്കെ ഉള്ളൊരു സമയമൊക്കെ. അപ്പൊ ഇതാ ഈ പറഞ്ഞ മാതിരി അങ്ങ് എവിടത്തൊക്കെയോ ക്യാപിറ്റലിസം കണ്ടിട്ടും എന്തൊക്കെയോ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത് നമ്മളെ കൾച്ചറിനെയും വിശ്വാസത്തെയും ജീവിതശൈലിയും എല്ലാം അങ്ങ് ബാധിച്ച് അപ്പം എന്തോരം അടിയുറച്ച് വിശ്വസിക്കുകയാണ് അതിലൊക്കെ. പക്ഷെ അതൊക്കെ സ്റ്റേബിൾ അല്ല എന്നും അതിലൊന്നും ഒന്നുമില്ല എന്നും
ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ യുഎസിൽ വന്നപ്പോഴേക്കും അതെല്ലാം ഷാറ്ററായി. ഈ കട്ടർ ക്യാപിറ്റലിസം ഇസ് നോട്ട് എ സസ്റ്റൈനബിൾ കോൺസെപ്റ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലോകത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആണുള്ളത്. അതെ ആൻഡ് പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിങ്. അതെ അത് വരുമ്പോൾ വി വിൽ നീഡ് 9 globes അതെ and its resources to sustain if you think in terms of living like the Americans. അതെ മനസ്സിലായോ? So it's not a sustainable vision of life. അബ്സല്യൂട്ട്ലി നോട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനാണ് ഞാൻ ഈ പറഞ്ഞത് വി ഹാവ് ടു ഗോ ഫോർ ധാർമിക് ക്യാപിറ്റലിസം. അതേ നിവൃത്തിയുള്ളൂ. അത് ഇൻട്രസ്റ്റിംഗ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാർമിക് ക്യാപിറ്റലിസം is that you are in the mode of whatever you do or everything is for the humanity. സൊസൈറ്റി. Individual, tribal, national. Mm. Concept is anything that you have is for everybody, not just for you alone. ആ ഒരു കോൺസെപ്റ്റ് വന്നേ പറ്റുള്ളൂ. അതാണ് ധാർമിക് ക്യാപിറ്റലിസം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ മോഡിജിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ഹിയസ് ഗോട്ട് ദാറ്റ് കോൺസെപ്റ്റ്. പുള്ളിക്കാരൻ വാക്സിൻ ആർക്കും ഇല്ല, ഞാൻ എല്ലാവർക്കും വാക്സിൻ കൊടുക്കുമെന്ന് പറഞ്ഞു പോകും. കാരണം എന്താ? ദാറ്റ് ഈസ് ധാർമിക്. മറ്റേത് കട്ടർ ക്യാപിറ്റലിസം. അവരെന്ത് ചെയ്യും? ഹോർഡ് ചെയ്യും. അതെ വാക്സിൻ ഉണ്ടാക്കി ഹോർഡ് ചെയ്തിട്ട് അവരുടെ ആളുകൾക്ക് മാത്രം കൊടുക്കുക. അതെ വേറെ ആർക്കും ചത്ത പോട്ടെന്ന് പറയും. അതെ ഇൻ ദാറ്റ് പ്ലേസ് നോ ധർമ്മ. അതെ അതേസമയത്ത് ഇന്ത്യ ഇത് വാക്സിൻ ഉണ്ടാക്കി അവർ 90 120 ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്ത്, എന്നിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം കുറേ ആളുകൾക്ക് മേടിച്ച് അത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് പറഞ്ഞ് ഫ്രീ ഫ്രം us. അതെ ദാറ്റ് ഈസ് ധാർമിക് ക്യാപിറ്റലിസം. അതിൽ കൂടെ ലോകം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ബ്രേക്ക് ആയിരിക്കുന്നത് ഈ ട്രസ്റ്റാണ് ഇന്നത്തെ അതെ, ലോകത്തിന്റെ അവസ്ഥയിൽ. ട്രസ്റ്റ് ഇസ് നോട്ട്. അത് പറഞ്ഞില്ലേ, ദിവസവും കേൾക്കുന്ന കള്ള കഥകളാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ബിക്കം അതെ റെസിസ്റ്റന്റ്. ഇപ്പൊ എല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട സ്ഥാനത്തിരിക്കുന്ന ലീഡേഴ്സ് യാതൊരു രീതിയിലുള്ള ഇൻറ്റഗ്രിറ്റിയും പ്രകടിപ്പിക്കാത്ത കാലം. അപ്പം അങ്ങനെ വരുന്നിടത്ത് ഈ പറഞ്ഞ ധാർമ്മിക് സിസ്റ്റം ഉയർത്തി പിടിക്കാൻ ശ്രമിക്കുന്നിടത്തൊക്കെ അതിന് തിരിച്ചടി കിട്ടുന്ന ഒരു കിട്ടും എന്ന് പറഞ്ഞാൽ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ. ഈ അതിൻ്റെ ശരിക്കും അതാണ് അസുരശക്തി. മനസ്സിലായി? അതിനെതിരെ ഈ ധാർമ്മിക ഒരു കോൺസെപ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ അവരാണ് ശരിക്കും അസുരശക്തികൾ. അതെ ആ ശക്തികളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഇനി ഈ പുതിയ ലോകങ്ങളിൽ അതാ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇനി അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഒരു പ്രോബ്ലം സ്ഫിയറിനെ പറ്റിയാണ് സംസാരിച്ചത്. നമുക്കിതിനകത്ത് സൊല്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള വ്യക്തിക്ക് അവന് ചെയ്യാൻ പറ്റുന്നത് ആദ്യം അവൻ്റെ സ്വന്തം കാര്യം നന്നാക്കി എടുക്കുക, ശരിയാക്കി എടുക്കുക, അവൻ്റെ തിങ്കിങ്, അവൻ്റെ ഹെൽത്ത് ഒക്കെ ശരിയാക്കി എടുക്കുക. പിന്നെ അത് ആണ് പിന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അവൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി യൂണിറ്റിലേക്കും സൊസൈറ്റിയിലേക്കും ഒക്കെ കൊടുക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ചിന്തിക്കുന്നിടത്ത് എന്തായിരിക്കണം ഇന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ യു ഹാവ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് ഞാൻ ജനിച്ചു, ഒരാൾ ആയിട്ട് വളർന്നു, എനിക്ക് എൻ്റെ ബേസിക് ക്യാപിറ്റൽ എന്താണ്? എൻ്റെ ഹെൽത്തും എൻ്റെ ഇൻ്റലക്റ്റും, ഫിസിക്കൽ ഹെൽത്തും ഇൻ്റലക്റ്റും. ഹെൽത്ത്, ഇൻ്റലക്റ്റ്, പിന്നെ എൻ്റെ സമയം. അതെ അതെ എൻ്റെ സമയം, എൻ്റെ എബിലിറ്റി ടു ഗീവ് പ്ലഷർ ടു സംബഡി. യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാപിറ്റൽ. പിന്നെ തീരുമാനിക്കേണ്ടത് ആ ക്യാപിറ്റൽ എങ്ങനെ ഞാനത് യൂട്ടിലൈസ് ചെയ്യും, ആർക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും എന്നാണ് നമ്മൾ പിന്നെ ആലോചിക്കേണ്ടത്. അതെ അതെ അപ്പോൾ അതിൽ ദർ ഇസ് എ കോൺസെപ്റ്റ് യുണീക്ക് ആൻഡ് യൂണിവേഴ്സൽ. യുണീക്ക് എന്ന് പറയുമ്പം എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും എൻ്റെ ക്യാപിറ്റൽ, സമയമായാലും എന്തായാലും.
അതെ. എൻ്റെ ക്യാപിറ്റലെല്ലാം ഇവിടെ തന്നെ ഉപയോഗിക്കുക. ഉം. ഒരു പക്ഷേ ഒരാൾ വിചാരിക്കും അല്ല എനിക്ക് യൂണിവേഴ്സലിലാണ് എനിക്ക് എൻ്റെ ആസ്പിറേഷൻ അവിടെയാണെന്ന് പറയുമ്പോൾ അപ്പം മഹാത്മാഗാന്ധിയുടെ പോയിട്ട് അങ്ങോട്ട് പോകും. അതെ. യൂണിവേഴ്സലായി കഴിയുമ്പം സംഭവിക്കുന്നത് വെച്ചാൽ ഉം. ദ യുണീക്ക് ഏരിയ വിൽ സഫർ. അതെ. യുവർ അറ്റൻഷൻ ഈസ് ദെയർ അതെ. ആൻഡ് ദിസ് വിൽ സഫർ സംവാട്ട്. ഉം. ബട്ട് ഇഫ് യു ആർ stuck here, ഉം. the deprivation is there. അതായത് യൂണിവേഴ്സൽ ഏരിയയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല എന്നുള്ളത് വരും. അതെ. ഈ യുണീക്ക് ഏരിയ എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ നല്ല ഫ്രണ്ടിന് വേണ്ടി, ഇങ്ങനെ ഇത്രയായിപ്പോ ആ ഒരു അവിടെ ചുരുങ്ങും. അവിടെ ചുരുങ്ങും. ആ തീരുമാനം നമുക്ക് ഒരു ഒരു കമാൻഡ്മെൻറ്റ്സ് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻക്ലിനേഷൻ വിത്തിൻ യു. അതെ. You as an individual will have the inclination how you want to be in this situation. അതാണ് എൻ്റെ കാര്യം. ഉം. Want to be a unique person. എനിക്കും എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളും എല്ലാം ഞാൻ നോക്കും. അതാണ് എൻ്റെ ദാറ്റ് ഈസ് one person like that. Another person will be there. പക്ഷെ സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ we divide. അതെ. We will have some universal idea and some unique idea about. അപ്പോൾ ഒരു 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 ബാലൻസ് ഉണ്ടാക്കിയെടുക്കും. അത് അതെ. സംഭവിക്കും. അതെ. പക്ഷേ അതിൽ അങ്ങനെ സംഭവിക്കുമ്പോഴും ആരെങ്കിലും അതിനകത്ത് ഇത് പരിഭവം പറയാനുണ്ടാവും. ഉം. താൻ ഒന്നും ചെയ്യുന്നില്ല ഭാര്യയ്ക്ക് വേണ്ടി, എന്നിട്ടെല്ലാം പോയിട്ട് താൻ മറ്റവർക്ക് പോയി ഇങ്ങനെ പറയും. അതെ. ആ പരിഭവങ്ങളുണ്ടാവും. അതെ. ബട്ട് യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ് ഡിസിഷൻ യു മെയ്ഡ്. അതാ എൻ്റെ കാര്യം. അതെ. നമ്മുടെ സമയം തന്നെ മറ്റൊരുത്തർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് സമയം കൊടുക്കില്ല. അതെ. അല്ല, ഞങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് ഇത് വരുന്നത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ഇത് വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഇവിടെ കാണപ്പെടേണ്ടത്. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, അങ്കിളെന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഇവിടെ സൊസൈറ്റിയിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള അതായത് ഇവിടെ വന്ന കാലം, ഇപ്പോൾ ഒരു 70കളിൽ ഇവിടെ എത്തിയ കാലം മുതലേ സൊസൈറ്റിയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത സ്വയം അത് ഏറ്റെടുത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതിപ്പോൾ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊണ്ടുവരുന്നതിലാവട്ടെ, സംഗീതമാകട്ടെ, അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, സംഘടനാപരമായിട്ടുള്ള ഓർഗനൈസേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളിലും അങ്കിള് ഇതിങ്ങനെ അവരൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തി മുദ്ര പതിപ്പിക്കുക എന്നുള്ളൊരുപരി യു വാണ്ടഡ് ടു ബ്രിങ് പീപ്പിൾ ടുഗെദർ ഫോർ ഡിഫറെന്റ് ഔട്ട് ഓഫ് ഡിഫറെന്റ് റീസൺസ് ആൻഡ് ടു ഡു ദാറ്റ്. ആ ഒരു യൂണിവേഴ്സാലിറ്റി മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ് എന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു ജേണിയെ പറ്റി ഒരു അല്പം പറയാമോ? ഒരു പേഴ്സണൽ ജേണി ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ ചോദിച്ചു തുടങ്ങിയത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് അങ്കിൾ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരു ഫാമിലി എന്ന് പറഞ്ഞു വരുന്നിടത്ത് ഈ പറഞ്ഞ മാതിരി പരാതികൾ നേരിടേണ്ടി വരും. അതിൻ്റെതായ രീതിയിൽ അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഭാഗ്യത്തിന് എൻ്റെ ഭാര്യയും മക്കളും അതിനൊരു അക്കോമഡേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാനുള്ള ഒരു സമയവും സംരംഭം ഉണ്ടാകാൻ കഴിയും. ഓക്കെ. എന്നാലും പരാതികളുണ്ടാവും. പക്ഷേ അത് നമ്മൾ മനസ്സിലെടുക്കണം. നമുക്ക് ഇഫ് യു ബിക്കം ടു യൂണിവേഴ്സൽ ദി യുണീക്ക് പീപ്പിൾ വിൽ സഫർ. അത് സംശയമില്ല. ഇത് ഗൃഹസ്ഥാശ്രമിയുടെ ഒരു പെയിൻ ആണല്ലോ. അതെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ഗാന്ധിജിയാണ്. ഗാന്ധിജി യൂണിവേഴ്സലായിട്ട് അങ്ങോട്ട് പോയപ്പോൾ കസ്തൂർബ ഗാന്ധി അവിടെ പോയി കക്കൂസ് കഴുകാൻ പോയി. മക്കളെല്ലാം പിന്നെ കള്ളു കുടിയും പിന്നെ ഡ്രഗ് അടിക്കുകയും അങ്ങനത്തെ പണിക്കെല്ലാം മാറി. ഹി ഹാഡ് വെരി ലിറ്റിൽ ടൈം ടു അറ്റൻഡ് ടു ദം. അപ്പോൾ ഇതാ സംഭവിക്കുന്നത്. And this you can see in many other people's life also. അത് ഇറ്റ്സ് എൻ ഇന്നവിറ്റബിൾ ഔട്ട്കം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുക. അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന മനസ്സുള്ള ഒരു ഫാമിലിയൊക്കെ ഉണ്ടായാൽ നമുക്ക് കൂടുതൽ സമയം വെളിയിലോട്ട് പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് സത്യമാണ്. സോ ഐ വുഡ് സേ ഐ വാസ് ബ്ലെസ്ഡ് വിത്ത് എ ഫാമിലി ദാറ്റ് ഹൂ വുഡ് ഗോ അലോങ് വിത്ത് മൈ പാഷൻസ്. അതുകൊണ്ട്
താങ്ക് യു ഫോർ ഷെയറിങ് ദാറ്റ്. ഇപ്പൊ അല്ല, ഒരുപക്ഷെ ഇനി ഒരു അവസരത്തിൽ ഉമാന്റെയും കൂടെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കണമെന്നും എനിക്കുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ജേണി ഉണ്ടല്ലോ. എനിക്കറിയാം, നമ്മുടെ റേഡിയോ തുടങ്ങിയ സമയത്ത് 2018 കാലത്ത് നമ്മുടെ ജ്യോതി ചേച്ചി, നമ്മുടെ മറ്റൊരു ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ജ്യോതി ചേച്ചി അങ്കിളുടെ അടുത്ത് മാൻഡിയോട് ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയില്ല. 2018 നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അന്ന് നമ്മൾ അത് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തതിൽ ഉള്ള ഒരു കോൺവെർസേഷനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ ഫ്ലോസ് ഒക്കെ ഉള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്കിൾ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഇതിൻ്റെ ഒരു അടുത്ത ഭാഗം നമ്മൾ ഇരിക്കുമ്പോൾ ആൻറ്റിയും കൂടെ ഒപ്പം ഒന്ന് ഇരുന്ന് നമുക്കൊരു ചർച്ച വേണം എന്ന് തോന്നുന്നുണ്ട്. ഇഫ് യു ഹാവ് യുവർ പെർമിഷൻ. നോട്ട് മൈ പെർമിഷൻ, ആസ്ക് മൈ വൈഫ് ആൻറ്റിയോട് പെർമിഷൻ. ഉറപ്പായിട്ടും അത് ഇത് കഴിഞ്ഞിട്ട് ആൻറ്റിയോട് സംസാരിക്കുന്നതായിരിക്കും. അല്ല, അപ്പം ഇല്ല അങ്കിൾ, ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു വളരെ ഗ്ലോബൽ യൂണിവേഴ്സൽ സ്കോപ്പിൽ നിന്ന് ചർച്ച തുടങ്ങുകയും ഇന്നത്തെ സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അതിൽ നിന്ന് എന്താണ് ഒരു ഇൻഡിവിജ്വലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിലേക്ക് വരികയും ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഇനി ചെയ്താണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള അങ്കിളുടെ സജഷൻസുമാണ് കേട്ടത്. ആൻഡ് ഫ്രം യുവർ ഓൺ ലൈഫ്, എൻ്റെ ബൈ ഓൾ മീൻസ് ഞാൻ കാണുന്നിടത്തോളം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഹൗ യു ഹാവ് സ്പെൻഡ് യുവർ ടൈം. ശരിയല്ലേ? എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാഡ് എ സ്മൂത്ത് റൺ ഓൾ ത്രൂ മൈ ലൈഫ്. അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ I always relate to other people what's happening out there. No, I think God blessed me with this smooth run. അങ്ങനെ സംശയമൊന്നുമില്ല. എനിക്ക് MBBS എക്സാമിനേഷൻ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ എനിക്ക് ഇത് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. എന്താ കാര്യമെന്നറിയോ? റാഞ്ചി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒരു വടംവലി. ഓക്കെ. അപ്പോൾ റാഞ്ചി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റി അവർ റാഞ്ചി യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞത്. അവിടെ റാഞ്ചി യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചും റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടെ നമ്മൾ പെട്ടുപോയി. തലേ ദിവസം എക്സാമിനേഷൻ്റെ തലേ ദിവസം എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ അവിടെ വൈസ് ചാൻസലർക്ക് പോയിരുന്നു പറയുക, എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, യു കാൺ സെൻഡ് ഹിം അവേ, എക്സെപ്ഷനെങ്കിലും തന്നിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മണിക്കൂറുകൾക്ക് മുമ്പെയാണ് എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റ് തന്നിട്ട് എന്നെ കയറ്റിയിരുന്നത്. എന്നിട്ട് ഞാൻ കയറിയിരുന്ന അവിടെ പരീക്ഷ എഴുതുമ്പം ഈ എക്സാമിനേഴ്സിനെല്ലാം മനസ്സിലായി ഇങ്ങനെ ഒരു പരിതസ്ഥിതി കൂടെ നമ്മൾ കയറിയിരിക്കുന്നത്. അവരെൻ്റെ ചുറ്റുപാട് നിന്നിട്ട് ആർ യു ഓക്കെ എന്ന് ചോദിക്കേണ്ട ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഈ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷനിൽ കൂടെ ഞാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ സംഹൗ ഐ വാസ് പാസീവ് ഈവൻ ദെൻ. അതായത് ഞാൻ അതിനെ പറ്റി അങ്ങനെ എക്സ്ട്രീം ആങ്സൈറ്റിയിലോട്ട് പോയിട്ടില്ല. തോന്നുന്നില്ല. സംഹൗ ഐ ന്യൂ ദാറ്റ് വിൽ വർക്ക് ഔട്ട്. സോ ഐ ഹാവ് ദാറ്റ് സോർട്ട് ഓഫ് മൈൻഡ് സെറ്റ്. You believe in the flow of things, right? I let things happen then, thinking that I am the one steering it. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കറക്റ്റ്. അല്ല, അത് വളരെ ഈഗോ ഡ്രിവൺ ആയിട്ടൊരു ചിന്തയാണല്ലോ. ഞാൻ കാരണമാണ് എനിക്ക് ചുറ്റുമുള്ള എല്ലാം സംഭവിക്കുന്നതെന്നൊരു ചിന്ത. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ദാറ്റ് ഐ ഹാഡ് ഓൺ മൈ പ്രീവിയസ് കോൺവെർസേഷൻ ആസ് വെൽ കേട്ടോ. കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ ബ്രോഡ്കാസ്റ്റ് കേട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങനൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയുണ്ടായി. ഇത് മറ്റൊരു അക്കംപ്ലിഷ്ഡ് ഇൻഡിവിജ്വലിൻ്റെ എന്ന് അതേ കാര്യം ഞാനിപ്പോൾ കേൾക്കുകയാണ്. നമ്മുടെ ഈഗോ എന്ന് പറയുന്നതല്ല വലുത്. You have to accept that there is a natural flow to things and then you are just maybe a cog in the whole system. Exactly. You are just a cog in the whole system, and you be what you are and let it be. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. So I won't complain about my life. I had a more or less a smooth running life. So far, touch wood. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, ഇത് വളരെ മനോഹരമായ ഒരു കോൺവെർസേഷൻ തന്നെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങളുടെ അടുത്ത്. അല്ലാതെ വന്ന് പേഴ്സണലി വന്നിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ അങ്ങോട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നിപ്പോകും, ദൈവമേ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് ആൾക്കാരെ കേൾപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. അങ്ങനത്തെ ആഗ്രഹത്തിലാണ് ഒരു തവണത്തെ കോൺവെർസേഷൻ ഉണ്ടായത്. മുൻപത്തെ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായ കോൺവെർസേഷൻ. ഇപ്പോഴും അതേ ഒരു ചിന്തയോടുകൂടിയാണ് വന്നിരുന്നത്. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ്
ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒബ്സർവേഷൻ വെച്ചിട്ട്. കാരണം വെറുതെ സമൂഹത്തെ ഒബ്സർവ് ചെയ്തിട്ട് കാര്യമില്ല. അതിനകത്തോട്ട് ഈ നോളജും എക്സ്പീരിയൻസും പിന്നെ അതിൽ അക്യുമുലേറ്റ് ചെയ്തുന്ന ആ ഒരു ഉണ്ടായി വന്ന ഒരു വിസ്ഡവും ഒക്കെ കൂടെ അപ്ലൈ ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള അനാലിസിസ് നമുക്ക് കേൾക്കാൻ കഴിയൂ. ഐ നോ ദാറ്റ് യു വുഡ് ഓൾസോ എഗ്രി. ഇത് അധികം പേരിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത്രയും വിവിഡ് ആയിട്ടുള്ളൊരു വേൾഡ് വ്യൂ, ഇത്രയും ബ്രോഡായിട്ടൊരു മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്നൊരു വേൾഡ് വ്യൂ ആൻഡ് സം ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആസ് ടു വാട്ട് യു ക്യാൻ ഡു. ആൻഡ് ഹി ഈസ് ഓൾസോ എ ലിവിങ് എക്സാമ്പിൾ ഓഫ് വാട്ട് ഹി ഹാസ് ആക്ച്വലി ജസ്റ്റ് ടോക്ക്ഡ് അബൌട്ട്. അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു I കോൺവെർസേഷൻ. know only you like to talk to me. Thank you. ഐ ഡു. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച നമുക്ക് കൺക്ലൂഡ് ചെയ്യാമോ? Thank you. അപ്പോൾ 92.3 മലയാളം FM ശ്രമിക്കുന്ന എല്ലാവർക്കും ഇത് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് കൂടെ അവൈലബിൾ ആയിരിക്കും എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഇസ് RB Unni signing off and Thank you. thank you. 92.3